Hi everyone, welcome back to our next geography. I think you read your chapter last day. Did you read and did you study? Did you understand well? Okay. The next we need to study into our 31st page, the seasons. Listen to all of you, the first paragraph. The monsoon type of climate is characterized by a distinct seasonal patterns. The weather conditions greatly change from one season to other. These changes are particularly noticeable in the interior parts of the country. The coastal areas do not experience much variations in temperature, though there is variations in rainfall pattern. How many seasons are experienced in your place? 4 main seasons can be identified in India: the cold weather season, the hot weather season, the advancing monsoon, and the retreating monsoon with some regional variations. Okay, what about this paragraph? The monsoon type of climate is characterized by a distinct seasonal pattern. ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഈസ് എക്സ്പീരിയൻസിങ് മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എന്നുള്ള. എന്നാൽ സീസണൽ പാറ്റേൺസിൽ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, ദ വെദർ കണ്ടീഷൻസ് ഗ്രേറ്റ്ലി ചേഞ്ച് ഫ്രം വൺ സീസൺ ടു അതർ. സീസൺ എന്ന് പറഞ്ഞാൽ 1 second. It is, globe. Here, how we see India. Actually, Earth ഇങ്ങനെയാണ്, ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ് Earth. Okay, Earthന് we know Earthന് 2 types of movements ഉണ്ട്. One, rotation. Rotation മൂലമാണ് we have day and night. അല്ലേ? ഇവിടെ ഈ സൈഡിലാണ് സൺ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സൈഡിൽ ഡേ, അടുത്ത 12 hours ആകുമ്പോഴേക്കും ആ ഡേ ഉള്ളത് നൈറ്റായി, നൈറ്റുള്ളത് ഡേ ആയി. ദാറ്റ് ഈസ് റൊട്ടേഷൻ. എർത്തിന് മറ്റൊരു മൂവ്മെൻറ്റ്സ് കൂടിയുണ്ട്, റെവല്യൂഷൻ. ഇവിടെ സണ്ണാണെന്നുണ്ടെങ്കിൽ സണ്ണിന് ചുറ്റും എർത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആ റൗണ്ട് ചെയ്യാൻ എടുക്കുന്നതാണ് 1 year. യു നോ ദാറ്റ് ഇസ് ഇറ്റ്. ഈ റെവല്യൂഷൻ കൊണ്ടാണ് ആക്ച്വലി വി ആർ എക്സ്പീരിയൻസിങ് സീസൺസ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് സണ്ണിലോട് ചെരിഞ്ഞ് നിൽക്കുന്നത്. ഹവ് യു അണ്ടർസ്റ്റാൻഡ്? സൗത്തേൺ ഹെമിസ്ഫിയർ സണ്ണിൽ നിന്ന് എവയാണ്, കുറച്ച് നീങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ സണ്ണിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഈ സമയത്താണ് നമ്മൾക്ക് ഇന്ത്യക്ക് അല്ലെങ്കിൽ നോർത്തിലുള്ള ഈ കൺട്രീസിനെല്ലാം സമ്മർ എക്സ്പീരിയൻസ് ആവുന്നത്. കാരണം സണ്ണിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണാണ്. ആ സമയത്ത് സണ്ണിൽ നിന്ന് എവയായിട്ട് നിൽക്കുന്നത് സൗത്തേൺ ഹെമിസ്ഫിയറാണ്. അവർക്ക് വിൻ്റർ സീസണും. കാരണം സൺലൈറ്റ് അധികം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് അവിടെ തണുപ്പുമാണ് അനുഭവപ്പെടുന്നത്. ഇറ്റ്സ് ക്ലിയർ. എന്നാൽ എർത്ത് എപ്പോഴും ഇങ്ങനെ നിൽക്കില്ല. അടുത്ത 6 മാസം ആകുമ്പോഴത്തേക്കും ഇവിടെ സണ്ണും ഇവിടെ എർത്തുമായിട്ട് വരും, ഈ ഒരു പൊസിഷനിലായിട്ട് വരും. ഇപ്പോൾ സണ്ണിൽ നിന്നും എവയായിട്ടിരിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറാണ്. സണ്ണിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നത് ആരാണ്? സൗത്തേൺ ഹെമിസ്ഫിയറാണ്. അപ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറാണ് കൂടുതൽ ചൂട് സണ്ണിൽ നിന്ന് കിട്ടുന്നത്. ദർ ഈസ് സമ്മർ, ഹിയർ ഈസ് വിൻ്റർ. സീസൺസ് എന്ന് പറഞ്ഞാൽ ഈ എർത്തിൻ്റെ ഇൻക്ലിനേഷൻ, ഈ ചെരിഞ്ഞിൻ്റെ നിപ്പുകൊണ്ടും റെവല്യൂഷൻ കൊണ്ടുമാണ് സീസൺസ് എക്സ്പീരിയൻസ് ആവുന്നത് എമംഗ് ദ വേൾഡ്. ഹവ് യു അണ്ടർസ്റ്റാൻഡ്? എന്നാൽ ഇന്ത്യയിൽ വി ആർ എക്സ്പീരിയൻസിങ് 4 types ഓഫ് ഈ മൂവ്മെൻറ്റ്സ് കൊണ്ട്, എർത്തിൻ്റെ ഈ റെവല്യൂഷൻ കൊണ്ടും എർത്തിൻ്റെ ഈ ഇൻക്ലിനേഷൻ കൊണ്ടും ഇന്ത്യക്ക് 4 തരത്തിലുള്ള സീസൺസാണ് എക്സ്പീരിയൻസ് ആവുന്നത്. വേൾഡിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ആവുന്ന സീസൺസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ സമ്മർ, ഇവിടെ വിൻ്റർ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിടത്ത് ഓട്ടം, മറ്റൊരിടത്ത് സ്പ്രിങ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ വിൻ്റർ, ഇവിടെ സമ്മർ. വീണ്ടും ഒരു പൊസിഷൻ ഉണ്ട്, സൺ ഇവിടെയും ഇവിടെ എർത്തും. ഓക്കെ, ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ടിടത്തും ഒരുപോലെയാണ് സൺലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സ്പ്രിങ്, ഇവിടെ ഓട്ടം. വീണ്ടും ഇങ്ങോട്ട് പോവും, ഇവിടെ സമ്മർ, വിൻ്റർ. അതാണ് ജനറലി ഉള്ള സീസൺസ് എമംഗ് ദ വേൾഡ്.
എന്നാൽ റീജിയണലി ഓരോ കൺട്രിക്കും ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്ത്യയിൽ വാട്ട് ഈസ് ദ വെതർ കണ്ടീഷൻസ് ഗ്രേറ്റ്ലി ചേഞ്ച് ഫ്രം വൺ സീസൺ ടു അതർ. സീസൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെ ഇറത്ത് നിൽക്കുമ്പോഴും വിച്ച് എർത്തിലുള്ള കൺട്രീസിന് എക്സ്പീരിയൻസ് ആവുന്ന വെതറിലുള്ള ചേഞ്ചസ് സീസൺസ്. ഓക്കെ, ദ വെതർ കണ്ടീഷൻസ് ഗ്രേറ്റ്ലി ചേഞ്ച് ഫ്രം വൺ സീസൺ ടു അതർ. These changes are particularly noticeable in the interior parts of the country. വെതർ ചേഞ്ചസ്, സീസൺസിൽ ഉണ്ടാകുന്ന വെതർ ചേഞ്ചസ് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഇൻറ്റീരിയർ പാർട്സ് ഓഫ് കൺട്രിയാണ്. ദാറ്റ് മീൻസ് ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഏരിയ ആണ് ഇൻറ്റീരിയർ പാർട്ട് ഓഫ് കൺട്രി. ഇവിടെയൊക്കെ എന്താണ്, ഇവിടെ തൊട്ട് ഇത്രയും ഭാഗങ്ങൾ എന്താണ്, കടലിനെ ടച്ച് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഒരു ഇൻറ്റീരിയർ പാർട്ടല്ല, ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദ കൺട്രി അല്ല. എന്നാൽ ഇവിടുന്ന് ഏകദേശം ഒരു തൊട്ട് ആണ് ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദ കൺട്രി. ഇവിടെ ഒന്നും ലാൻഡല്ല, ഇവിടെ ഒന്നും വെള്ളമല്ല, ഇവിടെയൊക്കെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലുള്ള മറ്റ് കൺട്രീസാണ്. അതെല്ലാം ഇൻറ്റീരിയർ പാർട്ടാണ്, ലാൻഡിൻ്റെ ഉള്ളിലുള്ളതാണ്, വെള്ളമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പോൾ ഇൻറ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗമാണ് ഇന്ത്യയിൽ. ക്ലിയർ? ദീസ് ചേഞ്ചസ് ആർ പെർട്ടിക്കുലർലി നോട്ടീസബിൾ. അതായത് സീസൺസിലുണ്ടാവുന്ന വെതർ ചേഞ്ചസ്, സീസൺസിലുണ്ടാവുന്ന വെതറിലുള്ള ചേഞ്ചസ്, ചൂടും തണുപ്പും മാറി മാറി വരുന്നു. ദാറ്റ് ഈസ് സീസൺസിലുണ്ടാകുന്ന വെതർ ചേഞ്ചസ്. ദീസ് ചേഞ്ചസ് ആർ പെർട്ടിക്കുലർലി നോട്ടീസബിൾ. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇൻറ്റീരിയർ പാർട്സ് ഓഫ് ദ കൺട്രിയാണ്. ദ കോസ്റ്റൽ area do not experience much variations in temperature, though there is variations in rainfall pattern. കോസ്റ്റൽ ഏരിയ അല്ലേ, ഇന്ത്യക്ക് കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ അത് തൊട്ട് ഇതുവരെയുണ്ട്. ഇത്രയും ഏരിയാസിൽ വെള്ളം അടുത്തുള്ളത് കാരണം, കോസ്റ്റൽ ഏരിയ കടലിൻ്റെ അടുത്തായത് കാരണം എന്താണ്, ഈ നോർത്തേൺ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ആവുന്ന സമ്മറിലുള്ള ചൂടോ വിൻ്ററിലുള്ള തണുപ്പോ കോസ്റ്റൽ ഏരിയാസിൽ കിട്ടുന്നില്ല. വി അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് തന്നെ കോസ്റ്റൽ റീജിയൻസിൽ റെയിൻഫാൾ പാറ്റേണിലും ചേഞ്ചസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. വി അണ്ടർസ്റ്റാൻഡ്? സോ ഹൗ മെനി സീസൺസ് ആർ എക്സ്പീരിയൻസ് ഇൻ അവർ പ്ലേസ്? നമ്മളുടെ പ്ലേസിൽ വി ആർ ലിവിങ് ഇൻ കോസ്റ്റൽ റീജിയൻ, കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻ്ററിൽ അധികം തണുപ്പോ സമ്മറിൽ അധികം ചൂടോ എക്സ്പീരിയൻസ് ആവുന്നില്ല, ലൈക്ക് ദാറ്റ് ഓഫ് നോർത്തേൺ ഇന്ത്യ. നോർത്തേൺ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ആവുന്ന പോലെ ചൂടോ തണുപ്പോ നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നില്ല, ബിക്കോസ് വി ആർ ലിവിങ് ഇൻ കോസ്റ്റൽ റീജിയൻ. ഓക്കെ, 4 മെയിൻ സീസൺസ് ക്യാൻ ബി ഐഡൻറ്റിഫൈ ഇന്ത്യ ബ്രോഡ്ലി നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ 4 മെയിൻ സീസൺസ് ആണുള്ളത്. ദ കോൾഡ് വെതർ സീസൺ 1, ദ കോൾഡ് വെതർ സീസൺ 2, ദ ഹോട്ട് വെതർ സീസൺ, ദ അഡ്വാൻസിങ് മൺസൂൺ ആൻഡ് ദ റിട്രീറ്റിംഗ് മൺസൂൺ വിത്ത് സം റീജിയണൽ വേരിയേഷൻസ്. ഈ 4 സീസൺസാണ് ജനറലി ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? കോൾഡ് വെതർ സീസൺ, ഹോട്ട് വെതർ സീസൺ, advancing monsoon and retreating monsoon. Regionally maybe there is changes. Okay, then first we need to study about the cold weather season. അതല്ലെങ്കിൽ മറ്റൊരു പേരാണ് cold weather seasonന്റെ winter. Okay, what about that cold weather season? Listen to the The cold weather season begins from mid-November in northern India and stays till February. December and January are the coldest month in the northern part of India. The temperature decreases from south to the north. The average temperature of Chennai on the eastern coast is between 24 degree to 25 degrees Celsius. While in the northern plains it ranges between 10 degree to 15 degrees Celsius. Days are warm and nights are cold. Frost is common in the north and the higher slope of Himalayas experience snowfall. In India, we have experiencing 4 type of seasons. 1, cold weather season. 2, hot weather season. 3, advancing monsoon. 4, retreating monsoon. First one, that is cold weather season or winter. The first paragraph of that. The cold weather season begins from
mid-November in northern India and stays till February. നോർത്തേൺ ഇന്ത്യ എന്ന് പ്രത്യേകം പറയാൻ കാരണം സൗത്തേൺ ഇന്ത്യയിൽ മിക്കതും എന്താണ് പെനിൻസുല ആണ്, കടലിനോട് ടച്ച് ചെയ്തിരിക്കുന്ന കോസ്റ്റൽ ഏരിയ ആണ്. നോർത്തേൺ ഇന്ത്യയിൽ കോൾഡ് വെതർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? mid-November ആൻഡ് അപ് ടു ഫെബ്രുവരി വരെ. ഓക്കെ, ഡിസംബർ ആൻഡ് ജാനുവരി ആർ ദ കോൾഡസ്റ്റ് മന്ത് ഓഫ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ. നമ്മൾക്കറിയാം ഡിസംബറിലും ജാനുവരിയിലാണ് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ദ ടെമ്പറേച്ചർ ഡിക്രീസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ടെമ്പറേച്ചർ ഡിക്രീസ് സൗത്തേൺ ഇന്ത്യയിൽ നിന്ന് നോർത്തേൺ ഇന്ത്യയിലോട്ട് പോകും തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്യും കുറഞ്ഞു വരും. വെൻ ദ കോൾഡ് വെതർ സീസൺ. അതിൻ്റെ അർത്ഥം ഇവിടെ ഉള്ളതിനേക്കാളും തണുപ്പ് എവിടെയാണ്? നോർത്തേൺ ഇന്ത്യയിലാണ്. വെൻ ദ cold weather season. Is it clear? The temperature decrease from south to north. The average temperature of the Chennai on the eastern coast is between 24 degree to 25 degrees Celsius. Average temperature of Chennai. Where is Chennai? Tamil Nadu. Tamil Nadu, that is in nearest Kerala. Southern part ആണ്, coastal area ആണ്. So അത് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ചെന്നൈ ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ്, ഈസ്റ്റേൺ സൈഡിലുള്ള ചെന്നൈയിലുള്ള ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 24 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബട്ട് വൈൽ ഇൻ ദ നോർത്തേൺ പ്ലെയിൻ how much? It ranges between 10 degree to 15 degree Celsius. 10 degree to 15 degree Celsius ആണ്. അപ്പം അത്രയും വേരിയേഷൻ ഉണ്ട് സൗത്തേൺ ഇന്ത്യയും നോർത്തേൺ ഇന്ത്യയും തമ്മിലുള്ള കോൾഡിലുള്ള ഡിഫറെൻറ്റ്. ഓക്കെ, ഡേയ്സ് ആർ വാം ആൻഡ് നൈറ്റ് ആർ കോൾഡ്. നോർത്തേൺ ഇന്ത്യയിൽ ഡേയ്സ് വാം ആയിരിക്കും, ചൂടുള്ളതും, രാത്രി നല്ല തണുപ്പുമായിരിക്കും അനുഭവപ്പെടുക. ഓക്കെ, ഫ്രോസ്റ്റ് ഈസ് കോമൺ ഇൻ ദ നോർത്ത്. ഫ്രോസ്റ്റ് മീൻസ് വെള്ളം കട്ടിയാവുക. Frost is common in the north and a higher slope of the Himalayas experience snowfall. Frost common ആണ്, അതായത് മഞ്ഞ് കട്ടകൾ ഉണ്ടാവുക എന്നുള്ളത് കോമൺ ആണ് നോർത്തിലും ആൻഡ് ഹയർ സ്ലോപ്പ് ഓഫ് ഹിമാലയത്തിൻ്റെ ഹയസ്റ്റ് മൗണ്ടൻ പീക്സിലെല്ലാം സ്നോഫോൾ ആണ് ആ സമയത്ത് ഉണ്ടായിരിക്കുക. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് കോൾഡ് വെതർ സീസൺ. ദെൻ സെക്കൻഡ് പാരഗ്രാഫ്, ലിസൺ. Second paragraph. During the season, the northeast trade winds prevail over the country. They blow from land to sea and hence for most part of the country it is dry season. Some amount of rainfall occurs on the Tamil Nadu coast from these winds, as here they blow from sea to land. Okay, listen. Earth, equator, we know pressure belt, tropical low pressure belt ആണ് ഇവിടെ. ഇതിൻ്റെ മുകളിൽ രണ്ട് പ്രഷർ ബെൽറ്റ് ഉണ്ട്, സബ് ട്രോപ്പിക്കൽ, ഹൈ പ്രഷർ ബെൽറ്റ്. ഹൈ ആണ്. ഈ ഹൈയിൽ നിന്ന് ലോയിലോട്ട് വിൻഡ് അടിക്കും. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. ഇന്ത്യ കിടക്കുന്ന എവിടെയാണ്? ഇക്വേറ്ററിൻ്റെയും ഇതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. ഈ പ്രഷർ ബെൽറ്റിൻ്റെയും ഇക്വേറ്ററിൻ്റെ ഇടയിലാണ്. ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും ട്രോപ്പിക്കൽ ലോ പ്രഷറിൻ്റെയും ഇടയിലാണ് നമ്മളുടെ ഇന്ത്യ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിൻഡ് അടിക്കുന്നുണ്ട്, ട്രേഡ് വിൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഹൈയിൽ നിന്ന് ഇക്വേറ്ററെ ലോയിലോട്ട് നിരന്തരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റാണ് ട്രേഡ് വിൻഡ്സ്. ഈ ട്രേഡ് വിൻഡ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിൽ നിന്നും ഈസ്റ്റ് സൈഡിൽ നിന്നുമാണ്. നമ്മൾക്കറിയാം കോറിയോളിസിസ് ഫോഴ്സ് നമ്മൾ പഠിച്ചു. ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻഡ് മൂവ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുന്നതിൻ്റെ റൈറ്റിലോട്ട് ബെൻഡ് ആവുമെന്ന് പറയുന്നു അല്ലേ. ഇത് നോർത്തിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് വിൻഡ് അടിക്കുന്നത്. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് ഇതിനെ നോർത്തിൽ നിന്നും ഈസ്റ്റ് സൈഡിൽ നിന്നും കാണിക്കുന്നതുകൊണ്ട് ഇതിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്നാണ് വിളിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് യു സ്റ്റഡീഡ് ഫ്രം 7th സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സിൻ്റെ വേയിലാണ് ഇന്ത്യ കിടക്കുന്നത്. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? ഡ്യൂറിങ് ദ സിസ്റ്റം നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് പ്രിവെയിൽ ഓവർ ദ
കൺട്രി, പ്രിവെയിൽ ഓവർ ദ കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ദേ ബ്ലോ ഫ്രം ലാൻഡ് ടു സീ. നമ്മൾക്കറിയാം ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് ആരാണ്? മറ്റുള്ള കൺട്രീസ് ആണുള്ളത്. ഏഷ്യൻ കോണ്ടിനെന്റിലെ റെസ്റ്റ് ഓഫ് ദ കൺട്രീസ് ആണ് ഇന്ത്യയുടെ മുകൾ ഭാഗത്തുള്ളത് അല്ലേ. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇങ്ങനെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ലാൻഡിലൂടെ ഇന്ത്യയിലോട്ട് വരുന്നു എന്നുള്ള കാരണത്താൽ ലാൻഡിലൂടെയാണ് വരുന്നത്. മൺസൂൺ വിൻഡ് താഴെ നിന്ന് മേലോട്ടാണ് വരുന്നത്. അത് വെള്ളത്തിലൂടെ വരുമ്പോൾ മോയ്സ്ചർ കളക്ട് ചെയ്ത് നമ്മൾക്ക് മഴ കിട്ടുന്നു. എന്നാൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലാൻഡിലൂടെ കവർ ചെയ്തുകൊണ്ട് വാട്ട് ഈസ് സേയിങ് ഹിയർ, ദേ ബ്ലോ ഫ്രം ലാൻഡ് ടു സീ ആൻഡ് ഹെൻസ് for most part of the land most part of the country it is dry season. വിൻ്റർ സീസണിൽ നമുക്ക് മഴ കിട്ടുന്നില്ല. കാരണം ഈ വിൻഡ് അടിക്കുന്നത് ഇതിലൂടെ ലാൻഡിലൂടെയാണെന്നുള്ള കാരണത്താൽ. ഇസ് ഇറ്റ് ക്ലിയർ? സം എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഒക്കേഴ്സ് ഇൻ തമിഴ്നാടു. എന്നാൽ തമിഴ്നാട് ഇവിടെയാണ് അല്ലേ. എന്നാൽ തമിഴ്നാടിൽ കുറച്ച് മഴ കിട്ടുന്നു. അതിനൊരു കാരണമുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? സം എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഒക്കേഴ്സ് ഇൻ തമിഴ്നാടു കോസ് ഫ്രം ദീസ് വിൻഡ്സ്. ഈ ട്രേഡ് വിൻഡ്സിൽ നിന്ന് കുറച്ച് മഴ കിട്ടുന്നു. ബട്ട് ഹിയർ ദേ ബ്ലോ ഫ്രം സീ ടു ലാൻഡ്. കാരണം ഈ ട്രേഡ് വിൻഡ്സ് ഇതിലൂടെ വന്നിട്ട് ഈ കടലിലൂടെ ബേ ഓഫ് ബംഗാളിലൂടെ കടന്നിട്ടാണ് എവിടെ എത്തുന്നത്? തമിഴ്നാട്ടിലെത്തുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവർ മോയ്സ്ചർ കളക്ട് ചെയ്യും. ഈ ബേ ഓഫ് ബംഗാളിൽ നിന്ന് മോയ്സ്ചർ കളക്ട് ചെയ്ത് എവിടെ മഴ കിട്ടും? തമിഴ്നാട്ടിൽ നിന്ന്. തമിഴ്നാട്ടിൽ വിൻ്ററിൽ മഴ ലഭിക്കുന്നു. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? Okay, during the season, the north-east trade winds prevail over the country. They blow from land to sea, and hence, for most part of the country, it is a dry season. But some amount of rainfall occur on the Tamil Nadu coast from these winds, as here they blow from sea to land. Okay, the next paragraph. In the northern part of the country, a feeble high-pressure region develops with the light winds moving outward from the sea, influenced by the relief. These winds blow through the Ganga Valley from the west and the northwest. The weather is normally marked by clear sky, low temperature and low humidity and feeble variable winds. Even the cold weather season in the northern part of the country, a feeble high pressure region develop. നമ്മൾക്കറിയാം തണുപ്പുണ്ടെങ്കിൽ അവിടെ ഹൈ പ്രഷറാണ്. നോർത്തേൺ പാർട്ടിൽ ഹയസ്റ്റ് തണുപ്പാണ് അല്ലേ, കോൾഡ് വെതർ സീസണിൽ. സോ എ ഫീബിൾ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ലോ ആയിട്ടുള്ള, ഫീബിൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഹൈ പ്രഷർ, നല്ലൊരു ഫീബിൾ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ പ്രഷർ ഡെവലപ്പ് ആവുന്നു, റീജിയൻ ഡെവലപ്പ് ആവുന്നു. വിത്ത് ലൈറ്റ് വിൻഡ്സ്, കുറഞ്ഞൊരു വിൻഡ്, ഹൈ പ്രഷറിലുള്ള കുറഞ്ഞ വിൻഡും ഉണ്ടായിരിക്കും. മൂവിങ് ഔട്ട്സ്വാർഡ് ഫ്രം ദിസ് ഏരിയ, ഈ ഏരിയയിൽ നിന്ന് ഹൈയിൽ നിന്ന് ലോയിലോട്ട് കാറ്റ് വീശും അല്ലേ. അപ്പോൾ ഈ ഹൈയിൽ നിന്ന് ലോയിലോട്ട് ഇങ്ങനെ എന്താണ് ലൈറ്റ് വിൻഡ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റിലീഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോർത്തേൺ മൗണ്ടെയ്ൻസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ടാണ് വിൻഡ് അടിക്കുന്നത്. ഓക്കെ, ദീസ് വിൻഡ്സ് ബ്ലോ ത്രൂ ദ ഗംഗാ വാലി ഫ്രം ദ വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ്. ഗംഗാ വാലി എന്ന് പറഞ്ഞാൽ ഗംഗയുടെ ഇവിടെ നിന്ന് വെസ്റ്റിൽ നിന്നും നോർത്ത് വെസ്റ്റിൽ നിന്നുമാണ് ഈ വിൻഡ് അടിക്കുന്നത്. ഓക്കെ, ദെൻ ദ വെദർ ഈസ് നോർമലി മാർക്ഡ് ബൈ ക്ലിയർ സ്കൈ. ആ സമയത്ത് മേഘങ്ങളൊന്നും അധികം ഉണ്ടാവില്ല, ക്ലിയർ സ്കൈ ആയിരിക്കും, ലോ ടെമ്പറേച്ചർ ആയിരിക്കും ആൻഡ് ലോ ഹ്യൂമിഡിറ്റി ആയിരിക്കും. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ചൂടും വെള്ളമുള്ള ഏരിയയിലാണ് ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കുക. ഹ്യൂമിഡിറ്റി മീൻസ് എയറിൽ വെള്ളമുണ്ടായിരിക്കുക. കാരണം ഇവിടെ എയറിൽ വെള്ളമില്ല, കാരണം ചൂടില്ല. ചൂടുണ്ടെങ്കിൽ ഇവാപറേഷൻ സംഭവിക്കും. അപ്പോൾ ലോ ഹ്യൂമിഡിറ്റി ആയിരിക്കും, ലോ ടെമ്പറേച്ചർ ആയിരിക്കും, ക്ലിയർ സ്കൈ ആയിരിക്കും ആൻഡ് ഫീബിൾ വേരിയബിൾ വിൻഡ്സ് ആയിരിക്കും. വേരിയബിൾ വിൻഡ്സ് മീൻസ് ടെമ്പററി ആയിട്ടുള്ള വിൻഡ്സ് ഇങ്ങനെ ഉണ്ടായിരിക്കുകയും ചെയ്യും ഇടയ്ക്ക്. ദാറ്റ് ഈസ് ദാറ്റ് പാരഗ്രാഫ്. ദ നെക്സ്റ്റ് പാരഗ്രാഫ്. എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ കോൾഡ് വെതർ സീസൺ ഓവർ ദ നോർത്തേൺ പ്ലെയിൻ ഈസ് എ ഇൻഫ്ലോ ഓഫ് സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് ഫ്രം വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ്. These low pressure system originate over the Mediterranean Sea and Western Asia and move into India. Along with the westerly flow, they cause the much needed winter rain over the plains and no snowfall in the mountains. Although the total amount of winter rainfall locally known as Mahavat is small, they are immense importance for the cultivation of rabi crops. കോൾഡ് വെതർ സീസണിൽ നമ്മൾക്ക് ചെറിയൊരു മഴ കിട്ടുന്നുണ്ട് നോർത്തേൺ
part of India. How is that? A characteristic feature of cold weather season over the northern plain, northern India is inflow of cyclonic disturbances. Cyclonic disturbances എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റുകൾ ആ സമയത്ത് അവിടെ എത്തുന്നുണ്ട്. എവിടെ നിന്നാണ്? ഫ്രം വെസ്റ്റ് ആൻഡ് ദ നോർത്ത് വെസ്റ്റ്. ഇന്ത്യയിലുള്ള വെസ്റ്റിൽ നിന്നും നോർത്ത് വെസ്റ്റിൽ നിന്നുമാണ് ആ വിൻഡ് ഇവിടെ എത്തുന്നത്. These low pressure system originate over the Mediterranean Sea and Western Asia and to move to India. അതായത് ഈ വിൻഡ് ഇവിടെ എത്താനുള്ള കാരണം ആ ഒരു ചില സമയത്ത് ഇവിടെ ഹൈ പ്രഷറാണ് ബിക്കോസ് ഓഫ് കോൾഡ് വെതർ സീസൺ. ചില സമയത്ത് ഈ മെഡിറ്ററേനിയൻ ഏരിയാസിൽ നിന്ന് മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് സൈഡിലുള്ള ഒരു സീ ആണ്. ആ സീയിൽ നിന്നൊരു ചൂടുള്ള കാറ്റ് ഈ ഏരിയാസിലെത്തും. അപ്പോൾ അവിടെ ലോ പ്രഷർ അനുഭവപ്പെടും. ചൂടെത്തിയാൽ ലോ പ്രഷർ അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ ലോ പ്രഷർ അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഹൈയിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. അതാണ് സൈക്ലോണിക് വിൻഡ്. ഓക്കെ, അപ്പോൾ മെഡിറ്ററേനിയൻ സീയിലും വെസ്റ്റേൺ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലോട്ട്, ഏഷ്യയുടെ വെസ്റ്റേൺ സൈഡിൽ നിന്നും മെഡിറ്ററേനിയൻ സീയിൽ നിന്നും ഒരു ചൂടുള്ള കാറ്റ് ഇവിടെ എത്തുന്നു. അപ്പോൾ നോർത്തേൺ ഇന്ത്യയിൽ ഒരു ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ അവിടെ ലോ പ്രഷർ ആവുന്നു. അപ്പോൾ ഈ ലോയിലോട്ട് മറ്റുള്ള ഹൈയിൽ നിന്ന് എന്ത് ചെയ്യും? ചുറ്റുഭാഗത്തിൽ നിന്നും കാറ്റടിക്കുന്നു. അങ്ങനെയാണ് സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ കോൾഡ് വെതർ സീസൺ ഓവർ ദ നോർത്തേൺ പ്ലെയിൻ ഈസ് എ ഇൻഫ്ലോ ഓഫ് സൈക്ലോണിക് ഡിസ്റ്റർബൻസസ്. അതിനുള്ളിൽ നിങ്ങളെ സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു നോർത്തേൺ ഇന്ത്യയിൽ ഫ്രം ദ വെസ്റ്റ് ആൻഡ് ദ നോർത്ത് വെസ്റ്റിൽ നിന്നാണ് അത് വരുന്നത്. ദീസ് ലോ പ്രഷർ സിസ്റ്റം ഒറിജിനേറ്റ് ഓവർ ദ മെഡിറ്ററേനിയൻ സീ ആൻഡ് വെസ്റ്റേൺ ഏഷ്യ ആൻഡ് മൂവ് ടു ഇന്ത്യ. അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലോട്ട് മൂവ് ചെയ്യുന്നു. എലോങ് വിത്ത് ദ വെസ്റ്റേർലി ഫ്ലോ. വെസ്റ്റേർലി ഫ്ലോ എന്ന് പറഞ്ഞാൽ വെസ്റ്റിൽ നിന്ന് വീശുന്ന വിൻഡിനെയാണ് വെസ്റ്റേർലി ഫ്ലോ എന്ന് പറയുന്നത്. ഈ വെസ്റ്റേർലി ഫ്ലോയുടെ കൂടെ ഇങ്ങോട്ട് ഈ ചൂട് വിൻഡ് എത്തുന്നു ഫ്രം മെഡിറ്ററേനിയൻ സീ ആൻഡ് വെസ്റ്റേൺ ഏഷ്യ. They cause the much needed winter rain over the plain and snowfall in the mountains. പ്ലെയിൻ ഏരിയാസിൽ മച്ച് നീഡഡ് വിൻ്റർ റെയിൻ, വിൻ്ററിലുള്ള ആവശ്യമായിട്ടുള്ള മഴ ലഭിക്കുന്നു. എന്നാൽ ആ സമയത്ത് മൗണ്ടെയിൻസിൽ സ്നോഫോളും ലഭിക്കുന്നു. ഓക്കെ, ദെൻ although the total amount of winter rainfall locally known as Mahavat, ടോട്ടൽ എമൗണ്ട് ഓഫ് വിൻ്റർ റെയിൻഫോൾ, ഈ നോർത്തേൺ ഇന്ത്യയിൽ കിട്ടുന്ന വിൻ്റർ റെയിൻഫോളിനെ മഹാവത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ദേ ആർ ഇമ്മൻസ് ഇമ്പോർട്ടൻസ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് റാബി ക്രോപ്സ്. റാബി എന്നുള്ള ക്രോപ്സ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഈ മഴ ലഭിച്ചതിന് ശേഷമാണ്. അല്ലെങ്കിൽ റാബി ക്രോപ്സ് വിളവെടുക്കാൻ പാകമാവുന്നത് ഈ മഴ എത്തുന്നതോടു കൂടിയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് പാരഗ്രാഫ്. The peninsular region does not have a well defined cold season. Peninsular ഇന്ത്യയുടെ ഹാഫ് പാർട്ടിൽ പെനിൻസുലാർ ഇന്ത്യയിൽ അവിടെ എന്തില്ല, ഒരു വെൽ ഡിഫൈൻഡ് കോൾഡ് സീസൺ ഇല്ല. കാരണം ഇറ്റ് ക്ലോസസ് ടു ദ ഓഷ്യൻ. ദർ ഈസ് ഹാർഡ്ലി എനി നോട്ടീസബിൾ സീസൺ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പാറ്റേൺ ഡ്യൂറിങ് വിൻറ്റേഴ്സ് ഡ്യൂ ടു ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ സീ. ദർ ഈസ് എ ഹാർഡ്ലി എനി നോട്ടീസബിൾ സീസണൽ ചേഞ്ച്. അവിടെ ഒന്നുമില്ല, നോട്ടീസബിൾ ആയിട്ടൊന്നും ഒരു ചേഞ്ചസും ഇല്ല ടെമ്പറേച്ചറിൽ ഡ്യൂറിങ് ദ വിൻ്ററിൽ. ബിക്കോസ് ഓഫ് ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ സീ. മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ സീ എന്ന് പറഞ്ഞാൽ കടലിനെ, അതിനോട് ചേർന്ന് നിൽക്കുന്ന കരയെ, ലാൻഡിനെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? അവിടെയുള്ള ചൂടിനെ കുറക്കാനും തണുപ്പിനെ കുറക്കാനും അങ്ങനെ മോഡറേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട് സീന്. സോ കോസ്റ്റൽ ഏരിയ, പെനിൻസുലാർ റീജിയൻ ഡസ് നോട്ട് ഹാവ് എ വെൽ ഡിഫൈൻഡ് കോൾഡ് സീസൺ because there is hardly any noticeable seasonal change in temperature pattern during the winter due to the moderating influence of the sea. Okay, that we studied from there. Okay, did you understand what we studied today? We studied today in India experiencing four type of seasons, which are the cold weather season, hot weather season, advancing monsoon, retreating monsoon. First we studied about the cold weather season and what is the specialities of cold weather season, that is experienced mainly in northern India. Did you understand? Okay, next we need to study the next season, that is the hot weather season, that is summer, that we can study in the next class. We can wind up now. Thank you. And also one more thing, you should read 5 times, minimum 5 times. If you have any doubt, you can ask at any time. Okay, we can wind up now. Thank you.